ഒരു വണ്ടിയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് സ്വിച്ച് ഇട്ടാൽ ഉടൻ തന്നെ സ്റ്റാർട്ട് ആവുകയും പിന്നീട് സ്വിച്ച് ഓഫ് ആയാൽ വാഹനത്തിന് പ്രവർത്തനം നിൽക്കുന്ന ഒരു മെത്തേഡല്ല. ഹലോ ഫ്രണ്ട്സ്, ഡ്രൈവിംഗ് പഠിക്കുന്ന തുടക്കക്കാർക്ക് ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആദ്യമായിട്ട് വാഹനം മുന്നോട്ടെടുക്കുന്ന അവസരങ്ങളിൽ വണ്ടി ഓഫ് ആകാതെ മുന്നോട്ടെടുക്കുക എന്നുള്ളത്. എന്നാൽ പല ആൾക്കാർക്കും വാഹനം മുന്നോട്ടെടുക്കുമ്പോൾ പെട്ടെന്ന് ഫസ്റ്റ് ഗിയറിൽ ഒരു ജെർക്കിംഗ് ഉണ്ടായിട്ട് വണ്ടി ഓഫായി പോകാറുണ്ട്. പ്രധാനമായിട്ട് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ആദ്യമായിട്ട് വാഹനം മുന്നോട്ടെടുക്കുന്ന അവസരങ്ങളിൽ വണ്ടി ഓഫ് ആകുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. തുടക്കത്തിൽ വാഹനം നിങ്ങൾക്ക് ഇത്തരത്തിൽ മുന്നോട്ടെടുക്കുമ്പോൾ വാഹനം ഓഫായി പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഗുണമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഡ്രൈവിംഗ് പഠിക്കുന്ന കൂട്ടുകാരുടെ ഇടയിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. എന്തുകൊണ്ടാണ് ഒരു വാഹനം ഫസ്റ്റ് ഗിയറിൽ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുക്കുമ്പോൾ വണ്ടി ഓഫ് ആകുന്നത്? നിങ്ങൾ ചെയ്യുന്ന രണ്ട് വലിയ മിസ്റ്റേക്കുകളാണ് ഇതിൻ്റെ കാരണമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഒരു വണ്ടിയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് സ്വിച്ച് ഇട്ടാൽ ഉടൻ തന്നെ സ്റ്റാർട്ട് ആവുകയും പിന്നീട് സ്വിച്ച് ഓഫ് ആയാൽ വാഹനത്തിന് പ്രവർത്തനം നിൽക്കുന്ന ഒരു മെത്തേഡല്ല. ഉദാഹരണം പറയാം, നമ്മളൊരു ഫാന് ഓൺ ആക്കണമെന്നുണ്ടെങ്കിൽ സ്വിച്ച് ഓൺ ആക്കുക. സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞിട്ട് സൈഡിലുള്ള നോബ് തിരിച്ചു കഴിഞ്ഞാൽ ഫാനിൻ്റെ സ്പീഡ് നമുക്ക് കൂട്ടാൻ കഴിയും. പിന്നീട് ഫാൻ നിൽക്കുന്നത് എപ്പോഴാണ്? നമ്മൾ സ്വിച്ച് ഓഫ് ആക്കുമ്പോഴാണ്. എന്നാൽ വാഹനത്തിൻ്റെ പ്രവർത്തനം അങ്ങനെയല്ല. കൃത്യമായിട്ട് നമ്മൾ വണ്ടിയുടെ എൻജിൻ സ്റ്റാർട്ടായി കഴിഞ്ഞാൽ എൻജിനിൽ നിന്ന് വരുന്ന പവർ ഫ്ലോ നമുക്ക് ഗിയർ ബോക്സ് വഴി കൃത്യമായിട്ട് വാഹനത്തിൻ്റെ വീലുകളിലേക്ക് എത്തിക്കുമ്പോഴാണ് ഒരു വാഹനം റൺ ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ വാഹനത്തിൻ്റെ എൻജിൻ സ്റ്റാർട്ടായതിനു ശേഷം ഗിയർ ബോക്സ് വഴി കൃത്യമായിട്ട് ഡ്രൈവ് വീലുകളിലേക്കുള്ള ഒരു പവർ ഫ്ലോ എത്തിക്കുക എന്നുള്ളത് ഒരു ഡ്രൈവറിൻ്റെ കടമയാണ്. അപ്പോൾ ഫസ്റ്റ് ഗിയറിൽ വാഹനം നമ്മൾ മുന്നോട്ടെടുക്കുന്ന അവസരങ്ങളിൽ കൃത്യമായിട്ടുള്ള പവർ ഫ്ലോ ഡ്രൈവ് വീലുകളിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ ക്ലച്ച് കൺട്രോളിങ് ക്ലിയർ ആയിട്ട് നിങ്ങൾ ചെയ്യണം. അത് വളരെ ശ്രദ്ധാപൂർവം പതുക്കെ ചെയ്യേണ്ട ഒരു മെത്തേഡാണ്. ഇനി അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങൾ വീഡിയോ ശ്രദ്ധയോടെ കാണുക. ഇനി നിങ്ങൾ ചെയ്യുന്ന രണ്ട് മിസ്റ്റേക്കുകൾ ഒന്ന് പറഞ്ഞു തരാം, അതിനുശേഷം വണ്ടി മൂവ് ആക്കി കാണിച്ചു തരാം. അതായത് പല ആൾക്കാരും വാഹനം മുന്നോട്ടെടുക്കുന്ന അവസരങ്ങളിൽ കൃത്യമായിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന മെത്തേഡൊക്കെ ശരിയായിരിക്കും. ബ്രേക്ക് കാല് വെച്ച് ക്ലച്ച് ചവിട്ടി വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു, കൃത്യമായിട്ടുള്ള ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. പിന്നീട് വണ്ടി മുന്നോട്ടെടുക്കുമ്പോൾ എന്ത് ചെയ്യും? ചിലർ ചെയ്യുന്നതാണ് ബ്രേക്കേൽ കാല് വെച്ചുകൊണ്ട് ക്ലച്ചെന്ന് കാലയക്കും. അതായത് മറന്നു പോകുന്നതാണ്. ബ്രേക്കേൽ കാല് വെക്കും, ബ്രേക്ക് കൂടുതലായിട്ട് അമർത്തി കൊടുക്കും, അതിനുശേഷം ക്ലച്ചിൽ നിന്ന് കാലയക്കും. ഇങ്ങനെ അയച്ചാൽ എന്താണ് സംഭവിക്കുന്നത്? വണ്ടി കൃത്യമായിട്ട് ഓഫായി പോകും. കാരണം എന്താണ്? ക്ലച്ചിൽ നിന്ന് കാലയക്കുന്നത് നമുക്ക് വണ്ടി മുന്നോട്ട് മൂവ് ആക്കാനായിട്ടാണ്. ബ്രേക്കെ കാല് വെക്കുന്നത് എന്തിനാണ്? നമ്മൾ വണ്ടി സ്ലോ ചെയ്യാനായിട്ടാണ്. ഈ രണ്ട് പ്രവൃത്തി ഏതേലും വാഹനം ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ടോ? നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കേ. നമുക്ക് ചെയ്യേണ്ടതായിട്ടില്ല. നമുക്ക് ക്ലച്ചിൽ നിന്ന് അയച്ച് വാഹനം മുന്നോട്ട് മൂവ് ആക്കണം. അപ്പോൾ ഈ ഒരു കാരണവശാലും നിങ്ങൾ ബ്രേക്ക് ചവിട്ടി പിടിക്കരുത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ബ്രേക്കിൽ ഇങ്ങനെ വെച്ചിട്ട് ക്ലച്ച് ഇങ്ങനെ ഒറ്റയടിക്ക് എടുക്കും. കണ്ടില്ലേ? വണ്ടി അങ്ങ് ഓഫായി പോകും. ഇത് പലർക്കും സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്കാണ്. അപ്പോൾ ഇത് നിങ്ങൾ ഒഴിവാക്കുക. വണ്ടി മുന്നോട്ടെടുക്കുമ്പോൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് നിങ്ങൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുക. ബ്രേക്കിൽ നിന്ന് കാല് നിങ്ങൾ പതുക്കെ അയച്ച് നിങ്ങൾ ആക്സിലറേറ്റർ പെഡലിലേക്ക് വെറുതെ വെച്ചേക്കുക. ചവിട്ടി താക്കേണ്ടതായിട്ടില്ല. ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലയച്ച് വാഹനം മൂവ് ആയതിനു ശേഷം പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ അതിനനുയോജ്യമായിട്ടുള്ള ആക്സിലറേറ്റർ നിങ്ങൾ കൊടുത്ത് വാഹനത്തെ മുന്നോട്ട് മൂവ് ആക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ചെയ്യുന്ന മറ്റൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് വാഹനം സ്റ്റാർട്ട് ചെയ്യും, ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേറ്റർ പെഡലിലൊക്കെ വെക്കും. പിന്നെ ക്ലച്ച് എന്ന് കാലയക്കുമ്പോൾ ഒറ്റയടിക്ക് കാലയക്കും. അതായത് ഇതേ ഇങ്ങനെ അങ്ങ് എടുക്കും. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? വണ്ടി ഇതുപോലെ എഞ്ചിൻ അടിച്ച് വണ്ടി ഓഫായി പോകും. അതായത് വാഹനത്തിൻ്റെ എൻജിൻ സ്റ്റാർട്ട് ചെയ്ത ആ ഒരു കൃത്യമായിട്ടുള്ള പവർ ഫ്ലോ നമുക്ക് വീലുകളിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ ക്ലച്ച് നയിക്കുന്നത് ഏറ്റവും സാവധാനത്തിലായിരിക്കണം. അതായത് എത്രയധികം പതുക്കെ നിങ്ങൾക്ക് ക്ലച്ച് എന്ന് കാലയക്കാമോ അത്രയും പതിയെ ക്ലച്ച് നിന്ന് നിങ്ങൾ കാലയക്കാനായിട്ട് ശ്രമിക്കുക. ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ കാലിൻ്റെ ഉപ്പൂറ്റി ഫ്ലോറിൽ വെക്കാതെ നിങ്ങൾ എന്ത് ചെയ്യണം? ഉപ്പൂറ്റി നിങ്ങൾ പൂർണ്ണമായിട്ട് ഫ്രീ ആക്കിയിട്ട് ക്ലച്ച് എന്ന് പതുക്കെ കാലയക്കുക. അപ്പോൾ വണ്ടി നമുക്ക് ഓഫ് ആകാതെ മുന്നോട്ടെടുക്കാനായിട്ട് കഴിയുന്നതാണ്. ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം. വാഹനം ഞാനിത് സ്റ്റാർട്ട് ചെയ്യുന്നു. സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ നോക്കുക, ഞാൻ കൃത്യമായിട്ട് ബ്രേക്കിൽ നിന്ന് കാലെടുത്തിട്ട് ആക്സിലറേറ്റർ പെഡലിലേക്ക് കാല് വെറുതെ വെക്കുകയാണ്. ആക്സിലറേറ്റർ കൊടുക്കുന്നില്ല. ഇനി ചെയ്യുന്നത് ഏറ്റവും പതിയെ കാലയക്കുകയാണ്. നിങ്ങൾ നോക്കുക, പതുക്കെ പതുക്കെ കാലയക്കുന്നു. ഇപ്പോൾ വണ്ടി മെല്ലെ മുന്നോട്ട് നീങ്ങുന്നുണ്ട്. നിങ്ങൾ നോക്കിക്കേ, കണ്ടോ? മെല്ലെ മുന്നോട്ട് നീങ്ങി. കണ്ടില്ലേ? മുന്നോട്ട് പൂർണ്ണമായിട്ട് നീങ്ങി എന്ന് തോന്നിയതിന് ശേഷം പിന്നെ എന്ത് ചെയ്യണം? ക്ലച്ചിൽ നിന്ന് കാലയക്കുക. അതായത് വണ്ടി റണ്ണായി തുടങ്ങി എന്നത് ഉറപ്പായതിന് ശേഷം മാത്രം ക്ലച്ചിൽ നിന്ന് കാലയക്കുക. അപ്പോൾ നമുക്ക് വാഹനം ഓഫ് ആകാതെ മുന്നോട്ടെടുക്കാനായിട്ട് കഴിയുന്നതാണ്. ഇനി പല ആൾക്കാർക്കുള്ളൊരു സംശയമാണ്, ഞാനിതേ വണ്ടി ആ ഒരു രീതിയിൽ മുന്നോട്ടെടുക്കുകയാണ്. നിങ്ങൾ നോക്കിയാൽ ക്ലച്ചിൽ നിന്ന് അയക്കുന്നു,
ഇപ്പോൾ ഒപ്പം ചെറുതായിട്ടൊന്ന് ആക്സിലറേറ്റർ കൊടുത്ത് ഞാനിതേ വണ്ടി മെല്ലെ മുന്നോട്ടെടുത്തു. ഓക്കെ, വണ്ടി മൂവ് ആയതിനു ശേഷം നമുക്ക് പിന്നെ പൂർണ്ണമായിട്ട് ക്ലച്ചിൽ നിന്ന് കാലയച്ചിട്ട് ഞാനിതേ ആക്സിലറേറ്റർ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുകയാണ്. മൂവ് ആക്കിയതിന് ശേഷം പിന്നെ ക്ലച്ച് ഔട്ടിയിട്ട് സെക്കൻഡ് കൊടുക്കുന്നു, ക്ലച്ചിൽ നിന്ന് കാലയക്കുന്നു. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മൂവ് ആയതിനു ശേഷം പിന്നീട് നമുക്ക് പെട്ടെന്ന് ക്ലച്ചിൽ നിന്ന് കാലയക്കും. കാരണം ഓൾറെഡി ഫസ്റ്റ് ഗിയറിൽ വാഹനം മുന്നോട്ട് എടുത്തപ്പോഴുള്ള ഒരു പവർ ഫ്ലോ വാഹനത്തിന്റെ വീലുകളിലേക്ക് എത്തി. ഓൾറെഡി വാഹനം റണ്ണിങ്ങിലായതുകൊണ്ട് തന്നെ നമുക്ക് അടുത്തൊരു ഗിയർ കൊടുത്തിട്ട് ക്ലച്ചിൽ നിന്ന് പെട്ടെന്ന് കാലയക്കുന്നതിൽ തെറ്റില്ല. ഞാൻ കാണിച്ചു തരാം. ഇതേ വണ്ടിക്ക് മൂവ് ആക്കിയിട്ട് ക്ലച്ച് ഔട്ടിട്ട് ഇതേ തേർഡ് കൊടുക്കുന്നു, ഇതേ ക്ലച്ചിൽ നിന്ന് കാലയക്കുന്നു. കണ്ടില്ല, ഇപ്പോൾ തേർഡ് ഗിയറിലാണ് വാഹനം പോകുന്നത്. ക്ലച്ചിൽ നിന്ന് കാലയക്കുന്നത് പ്രോബ്ലം ഇല്ല. എന്നാൽ ഒരു വാഹനം നമ്മൾ നിർത്തിയിട്ട് മുന്നോട്ട് എടുക്കുന്ന അവസരങ്ങളിൽ ഒരു ഫാനിന്റെ പ്രവർത്തനം പോലെ പെട്ടെന്ന് സ്വിച്ച് ഇട്ടാൽ ഉടൻ തന്നെ ഫാനിന്റെ പ്രവർത്തനം ആരംഭിക്കുന്ന ഒരു മെത്തേഡ് അല്ല. നമ്മൾ കൃത്യമായിട്ടും ഒരു ഡ്രൈവറിന് വാഹനം സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് എടുക്കുന്ന അവസരങ്ങളിൽ വാഹനത്തെ ആദ്യമായിട്ട് മൂവ് ആക്കാനായിട്ട് ഈ ക്ലച്ച് കൺട്രോളിങ്ങും ആക്സിലറേറ്ററും ബ്രേക്കിന്റെ കൺട്രോളിങ്ങും ക്ലിയർ ആയിട്ട് നിങ്ങൾ ബാലൻസ് ചെയ്ത് പഠിക്കേണ്ടത് വളരെ അനിവാര്യമാണ്. അപ്പോൾ അതിനുവേണ്ടി ഈ 2 മിസ്റ്റേക്കുകൾ ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ഗ്രൗണ്ടിൽ നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെ നിങ്ങൾ നിരന്തരമായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ കഴിയുന്നതാണ്. അത് തന്നെയല്ല, ഇത് ഡ്രൈവിങ്ങിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ പെട്ടെന്നൊരു ട്രാഫിക് ബ്ലോക്കിലൊക്കെ വാഹനവുമായിട്ട് ചെന്ന് നിൽക്കുന്നു, പെട്ടെന്ന് നമുക്ക് വാഹനം മുന്നോട്ട് എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നമുക്ക് വാഹനം പെട്ടെന്ന് തന്നെ എടുക്കണം. അതിന് ഒരുപാട് താമസം ഉണ്ടാകാൻ പാടില്ല, വണ്ടി ഓഫ് ആകാതിരിക്കണം. അപ്പോൾ ഇത് നമുക്ക് കൃത്യമായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യേണ്ടത് വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിനെ ഒരു ഗ്രൗണ്ടിൽ ചെന്ന് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആദ്യമൊക്കെ നിങ്ങൾക്ക് വാഹനം മുന്നോട്ട് എടുക്കുമ്പോൾ ക്ലച്ചിൽ നിന്ന് അയച്ച് വാഹനം മുന്നോട്ട് എടുക്കാനായിട്ട് കുറച്ച് സമയമെടുക്കും. പക്ഷെങ്കിൽ പിന്നീട് നമ്മൾ നിരന്തരമായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് ഒരു വണ്ടി മുന്നോട്ട് എടുക്കുമ്പോൾ വളരെ ക്വിക്കായിട്ട് സെക്കൻഡുകൾക്കുള്ളിൽ വാഹനം ഓഫ് ആകാതെ തന്നെ മുന്നോട്ട് എടുക്കാനായിട്ട് കൃത്യമായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിരിക്കണം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗുണമാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നൽകുക. ഓക്കെ, ബൈ.